തിരുവനന്തപുരം ബേയാടെന്ന് മലയൻകീഴ് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. ബേയാടെന്ന് വരുമ്പോഴത്തേക്കും തച്ചോട്ടാവ് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ച് വരുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് ഒരു പെട്രോൾ പമ്പ് കാണാൻ സാധിക്കും. ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കൃപ ഗാർഡൻ ആൻഡ് അക്വേറിയം എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്നതാണ് ഈ വഴി. ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു 80 മീറ്റർ പോകുമ്പോൾ നല്ല കിടിലെ ഒരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. പക്കാ കരഭൂമിയാണ്. അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ വീഡിയോയിൽ കണ്ടു നോക്ക്. അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലോട്ട്. മിസ്സാക്കല്ലേ, നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് മലയൻകീഴ് ജംഗ്ഷൻ ഏകദേശം 900 മീറ്ററാണ് നമുക്ക് ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ പേയാട് ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. സിറ്റിയിൽ നിന്നൊക്കെ നല്ല ആക്സസിബിലിറ്റി ഉള്ള ഈ റോഡിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 80 മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. പക്ക കരഭൂമിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്ത് അവിടെ കണ്ടോ, നമുക്ക് അവിടെ ആയിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിനെക്കാട്ടും ഒത്തിരി ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. പക്ഷേ ഈ കുളം വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈസ്റ്റ് ഫേസിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഈസ്റ്റ് ഫേസായിട്ട് നിങ്ങളൊരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ സൺലൈറ്റും ഈ ഒരു കുളത്തിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ആയിട്ട് സെറ്റ് ലുക്കായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പടിഞ്ഞാറ് നിന്ന് സൂര്യപ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. നമ്മുടെ ഈസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേസിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് വീട് വയ്ക്കുവാണെന്നെങ്കിൽ കിഡിലൻ ലുക്കിൽ നമുക്കൊരു നല്ല അടിപൊളി ആംബിയൻസിൽ ഒരു വീട് വയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് പ്ലോട്ടുകൾ വേണമെങ്കിൽ തിരിച്ചും കൊടുക്കും കേട്ടോ. 2 പ്ലോട്ടായിട്ടും കൊടുക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എടുക്കുന്നവർ മൊത്തത്തിൽ ഈ ഒരു പ്ലോട്ട് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചാൽ നല്ല ആംബിയൻസിൽ അടിപൊളി ഒരു വീട് വയ്ക്കാം കേട്ടോ. കാരണം ഒറ്റ വീടും വെച്ച് ഫ്രണ്ടിൽ ഗാർഡനിങ്ങും നമുക്ക് ഈ പാത്വേയും ഇവിടെ നമുക്ക് ഒത്തിരിയധികം പാർക്കിംഗ് സ്പേസുകൾ സൈഡിലായിട്ട് കൊടുക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ വമ്പൻ രീതിയിൽ ഒരു വീട് വയ്ക്കാം. നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ്. തമ്പാനൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 11 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ നിന്ന് മലയൻകീഴ് ജംഗ്ഷനിലേക്ക് നമുക്ക് 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് വരുന്നത്. തച്ചോട്ടാവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.4 കിലോമീറ്റർ വരുന്നുള്ളൂ. പേയാടാണെന്നുണ്ടെങ്കിൽ അവൻ വളരെ അടുത്താണ്. അപ്പോൾ ഏകദേശം 2.5 കിലോമീറ്ററിനകത്ത് നമുക്ക് പേയാട് ജംഗ്ഷനിലേക്ക് എത്താൻ പറ്റും. ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ്. രാവിലെ ഒന്ന് ഇറങ്ങി ഇവിടെ ഈ കുളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് നടന്ന് നമുക്ക് മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങാം. നമ്മുടെ സ്വന്തം സ്ഥലം പോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനൊരു സ്വിമ്മിംഗ് പൂൾ കെട്ടി കണക്കാവും. ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽസ് കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭംഗി എന്താണെന്നുള്ളത് മനസ്സിലാവും. ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വീടുകളാണ്. കണ്ടോ, ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ടോട്ടലായിട്ട് 11 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. നമുക്ക് ശരിക്കും ഇതിനകത്ത് അളവിൽ ഇത്തിരി കൂടെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുന്നവർക്ക് അതൊരു പോസിറ്റീവാണ്. ഇനി അതല്ല, നമുക്കിത് പ്ലോട്ടുകളായിട്ട് 2 പ്ലോട്ടായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം നഷ്ടം വരാണ്ട് നിങ്ങൾക്ക് ആ പ്ലോട്ടുകൾ തിരിക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ഓണറിനടുത്ത് നേരിട്ട് സംസാരിക്കുക. നമുക്ക് ടോട്ടലായിട്ട് 11 സെൻറ്റാണ് വരുന്നത്. ഇനി പ്ലോട്ടിന് ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് 5.5 സെൻറ്റ് വീതം ആ രീതിയിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തും കൊടുക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 5.7 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 5,70,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. മലയൻകീഴ് ജംഗ്ഷൻ അടുത്തൊക്കെ നമ്മുടെ തന്നെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോരുന്നിനും ചോദിക്കുന്ന റേറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരിയൊക്കെ അകത്തോട്ടൊക്കെയുള്ള പ്ലോട്ടുകളാണ്. ഇത് വന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് വളരെ 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രം വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. സെൻറ്റിന് 5.7 ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില. നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരു 6 തെങ്ങ് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം കായ്ഫലം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും വീട് വയ്ക്കുമ്പോഴത്തേക്കും ഇതിലെനിക്ക് തോന്നുന്നു 1 തെങ്ങ് പോകുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ളതിനെല്ലാം അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിന് ചുറ്റുവട്ടത്തായിട്ട് തന്നെ ആ തെങ്ങുകൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റും. അങ്ങനെ വെച്ചാൽ നടുവിൽ ഈ ഒരു തെങ്ങ് പോകുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കായ്ഫലമുള്ള തെങ്ങ് വീടിന് ചുറ്റും ഉണ്ടാവും. ഒരു നല്ല കാര്യമാണ് കേട്ടോ. കാരണം തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഒരു കരിക്ക് കുടിക്കണമെങ്കിൽ ഇപ്പോൾ 50-55 രൂപ കൊടുക്കണം.